ഹായ് സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ക്രിസ്മസ് കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും എന്താ പറയുക ക്രിസ്മസുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഭവം തന്നെയാണ്. നോൺ വെജ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡക്ക് റോസ്റ്റാണ്. ഇന്ന് ഞങ്ങളുടെ ഡിന്നറായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡക്ക് റോസ്റ്റും അപ്പവും ചേർത്തിട്ടാണ്. അപ്പോൾ ഡക്ക് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് ആക്ച്വലി ട്രിവാൻഡ്രത്ത് ലുലു മോൾ വന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ലുലു മോളിൽ പോയിട്ട് ഞാനും ഉദയും കൂടെ മേടിച്ചിട്ട് വന്നാണ്. 2 ഡക്കാണ്, രണ്ടും കൂടെ 1 കിലോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ 1 കിലോ ഫ്ലഷിന് കണക്കായിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഡക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഡക്ക് എപ്പോഴും സ്കിന്ന് ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക. സ്കിന്ന് ഇല്ലെങ്കിൽ ഡക്കിന് ടേസ്റ്റ് കുറയുന്ന പറയുന്നത്. സ്കിന്നാണ് ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തത് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ ചെറിയ കുറ്റുരോമങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് വിനാഗിരിയും ഉപ്പും കൂടെ ചേർന്ന വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് വാഷ് ചെയ്യുമ്പോൾ ഡക്കിനൊരു പ്രത്യേക സ്മെല്ലുണ്ടെന്നാണ് പറയുക, ചേറിൻ്റെ മാതിരി. സാധാരണ ചിക്കൻ്റെ ഒരു സ്മെല്ലല്ല, ആ സ്മെല്ല് മൊത്തം മാറിക്കിട്ടും. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ താറാവിനെ ഞാൻ പറഞ്ഞതുപോലെ വെട്ടി കഴുകി വിനാഗിരിയും ഉപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മിക്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു 20 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്, ഒരു 20 തന്നെ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 4 വലിയ പച്ചമുളക് കേട്ടോ. ഇത് ഇത്തിരി വലുതായോണ്ടാ, അത് 4 5 എടുത്തോ ഇരുവനുസരിച്ച്. ഇത്രയും നമുക്ക് മിക്സിക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം, പിന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് ആ മിക്സിനെ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ചതച്ചാൽ മതി കേട്ടോ. നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ഈ ഡക്കിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നോക്കിയിടാം നമുക്ക്. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ. കുറച്ച് കറിവേപ്പില, കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കറിവേപ്പില, നമ്മുടെ മാസ്റ്റർ പീസ് അറിയാലോ. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ മിക്സ് അതും കൂടി ഇതിലേക്ക് നമ്മളിടുക. നമ്മളിതിനെ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതുകൂടാതെ നേരത്തെ ഞാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകമല്ലേ, വലിയ ജീരകം, അതിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനൊരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണേ. യെസ്. ഇനി ചെയ്യേണ്ടത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇത് ബ്രോയിലർ ഡക്കാണ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചാണ്. നാടൻ ഡക്കാണെങ്കിൽ കുറച്ചധികം വേവിക്കേണ്ടി വരും. എന്തായാലും ഇത് ഞാൻ 3 വിസിലാണ് വേവിക്കണത്, മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡക്ക് ഇപ്പോൾ 3 വിസിലൊക്കെ വന്ന് നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതേസമയം നമ്മളിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. മസാല ഉണ്ടാക്കാൻ ഞാനൊരു ഉരുളി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ചൂടായിരിപ്പുണ്ടേ. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, ഒത്തിരി മൂക്കണ്ട കേട്ടോ, അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 200 ഗ്രാം ചെറിയ ഉള്ളി ഉണ്ടാവും, 2 കപ്പ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി. ഞാൻ കുറച്ച് സവാളയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനതിലേക്ക് സവാള കേട്ടോ, ഇതൊരു വലിയ സവാളയാണ്, നിങ്ങൾ 2 മീഡിയം സവാള ചേർത്ത് കൊടുക്കുക, വലുതില്ലെങ്കിൽ. സവാള ഇട്ടൊന്ന് മുപ്പിക്കുക. സവാള ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എളുപ്പം വാടി കിട്ടും സവാള. അപ്പോൾ ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സോ നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയും ഒരു ബ്രൗൺ നിറത്തിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ സാധാ മുളക് പൊടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 പച്ചമുളക് വെച്ച് നേരത്തെ ഇടാൻ മറന്നുപോയി കേട്ടോ. പച്ചമുളക് നേരത്തെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇത്രയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമുളകൊന്ന് പോകുന്നവരെ ഇളക്കി കൊടുക്കുക. സോ ഇതിൻ്റെ പച്ചമുളക് പോയിട്ടുണ്ട്. നമ്മളിനി ഈ സമയത്തിലേക്ക് ഒരു 2 ടൊമാറ്റോ കേട്ടോ,
ചെറിയ ടൊമാറ്റോ 2 എടുത്തിട്ട് ഞാൻ അതിട്ട് കൊടുക്കാം. നമ്മളിനി ചെയ്യുന്ന ഈ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഡക്ക് വേവിച്ച വെള്ളമല്ലേ ഒന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു ഗ്രേവി പോലാക്കി. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കണ്ടോ നന്നായിട്ട് വെന്ത് ചേർന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അടിപൊളി മസാല ഇട്ടല്ലേ. ഈ സമയം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഡക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡക്ക് റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അല്ല നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സമയം കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ എന്നാലും ഒന്ന് വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മൾ അപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ വേറൊരു ദിവസം കാണിക്കാം. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരപ്പം ആയിട്ടുണ്ട്. യെസ്, നമുക്ക് അടുത്ത് ഒഴിക്കാം. അവസാനത്തെ അപ്പവും ഇത് റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഇനി വേണമെങ്കിൽ ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. ഒരു ചെറിയ സംഭവം ഉണ്ടായി കേട്ടോ. നമ്മുടെ താറാവ് റോസ്റ്റ്, ഡക്ക് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് 2 സംഭവം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും വീഡിയോ റെക്കോർഡായില്ല, ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ എനിവേ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ ലാസ്റ്റ് എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ആഡ് ചെയ്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയുമാണ്. ഗരം മസാല നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക, കാരണം പലതിനും പല ക്വാളിറ്റിയാണ്. ഞാൻ നേരത്തെ കുറച്ച് എന്താ പറയുക പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. കുരുമുളക് ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിരിക്കുന്നത്. അതും നിങ്ങളുടെ എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ കുരുമുളകും കൂടെ ഉള്ളപ്പോഴാണ് താറാവ് കറിക്കൊരു ടേസ്റ്റ് ഉള്ളത്, താറാവ് റോസ്റ്റിനൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ ഡക്ക് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പവും ഡക്കും നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം ഡൈനിങ് ടേബിളിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ അപ്പവും ഡക്ക് റോസ്റ്റും റെഡിയാണ്. ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ 3 പേരുണ്ട്. ബിച്ചു എത്തിയിട്ടുണ്ട്. ബിച്ചു ഇന്ന് രാവിലെ തന്നെ എത്തിയതാണ്. അവൻ താറാവ് ടേസ്റ്റ് ചെയ്തിട്ട് പോയി തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളുണ്ട്, ഉദയുണ്ട്. ബിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി അവനെ, ഞാൻ തരാം. അപ്പം എടുത്തു, ശരിക്കും റോസ്റ്റായിട്ടൊന്നും ഉണ്ട് കേട്ടോ. യെസ്, കഴിച്ചു നോക്കൂ. ബിച്ചു ആദ്യം പറയും, എങ്ങനെയുണ്ട് ബിച്ചു? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ശരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡക്ക് റോസ്റ്റ് കിടിലായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അപ്പം ആസ് യൂഷ്വൽ ഞങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന അപ്പമാണ്. നേരത്തെ പറഞ്ഞ റെസിപ്പി വേണമെങ്കിൽ വേറൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസിന് ഉറപ്പായിട്ടും ഒരു വിഭവം ഞങ്ങളുടെ ഡക്ക് റോസ്റ്റ് തന്നെ ആയിക്കോട്ടെ, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുണ്ട്. സോ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്.